ഹേ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള കുറച്ച് ഡ്രസ്സ് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വൺ, ഇതൊരു ബ്ലാക്ക് കളർ സെക്ടർ മെറ്റീരിയലിൽ വരുന്ന ഒരു ബനിയനാണ് കേട്ടോ. അതിലേക്ക് ഞാൻ പെയർ ചെയ്യുന്നത് ഒരു ലെതർ മെറ്റീരിയൽ വരുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു കോംബോ ആണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. നെക്സ്റ്റ് വൺ, സെയിം ബ്ലാക്ക് ടീഷർട്ടിലോട്ട് ഒരു ബ്ലാക്ക് പാൻറ്റും അത് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ കോട്ടനെല്ലാം യൂസാക്കി. അടിപൊളിയാണല്ലേ. ഇനി അങ്ങോട്ട് ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് ഡ്രസ്സും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കേട്ടോ പെയേഴ്സ് ആക്കുന്നത്. നെക്സ്റ്റ്, ഈ സെയിം ബ്ലാക്ക് ടീഷർട്ടിലോട്ടും ബ്ലാക്ക് പാൻറ്റിലോട്ടും ഞാൻ ഇതുപോലത്തെ ഒരു ചെക്ക് ഷർട്ടാണ് കേട്ടോ യൂസ് ആക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തുള്ള ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പെയറാക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഡ്രസ്സ് പല മോഡലാക്കിയിട്ടും അതുപോലെ ഒത്തിരി ഡ്രസ്സുകളാക്കി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാച്ചാക്കി ഇടാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ്, ഇതൊരു ബട്ടർഫ്ലൈ ടോപ്പാണ് കേട്ടോ. സെയിം ബ്ലാക്ക് പാൻറ്റും സെയിം ബ്ലാക്ക് ടീഷർട്ടും ഇതിലോട്ട് പെയറാക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോംബോ അടിപൊളിയാണ്. അതുപോലെ ഇതുപോലെ പെയർ ചെയ്താൽ നമുക്കൊരു മോഡേൺ ആൻഡ് എലിഗൻറ്റ് ലുക്ക് തരുന്നേ. ഈ ടോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് രണ്ട് വിധത്തിൽ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അകത്ത് ഇന്നർ ബനിയൻ യൂസ് ചെയ്തിട്ടും ഇന്നർ ബനിയൻ യൂസ് ആക്കാണ്ടും നമുക്ക് യൂസ് ആക്കുന്നതാണ്. ഇത് പിന്നെയും സെയിം ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് സെയിം ബ്ലാക്ക് പാൻറ്റ് അതിലോട്ട് ഇതുപോലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ വരുന്നൊരു ഷർട്ടാണ് യൂസ് ആക്കുന്നത്. ഞാൻ ഫുൾ സ്ലീവ് ഷർട്ടാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി കംഫർട്ടബിൾ ആൻഡ് വെരി നൈസ് കോമ്പിനേഷനും കൂടെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ സെയിം ബ്ലാക്ക് ടീഷർട്ടിലോട്ടും സെയിം ബ്ലാക്ക് പാൻറ്റിലോട്ടും ഡിഫറെൻറ്റ് പാറ്റേൺ വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ വരുന്നൊരു ഫുൾ സ്ലീവ് ഷർട്ടാണ് യൂസ് ആക്കുന്നത്. ഈ ഡ്രസ്സിൻ്റെ എല്ലാം പ്രത്യേകതകളെന്ന് വെച്ചാൽ വെരി നൈസ് ആൻഡ് വെൽ കംഫർട്ടബിൾ ഡ്രസ്സസ്സാണ്. അതും കൂടാണ്ട് സ്റ്റൈലിഷായി ഓഫീസ് വെയേഴ്സായി നമുക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഞാനൊരു നോർമലായിട്ടൊരു സാധാ ഒരു ബ്ലാക്ക് പാൻറ്റിലോട്ട് ഒരു സെറ്റർ മെറ്റീരിയലിൽ വരുന്ന ഒരു ടീഷർട്ടാണ് പെയർ ആക്കിയത്. നെക്സ്റ്റ് വൺ, ഒരു ബ്ലാക്ക് പാൻറ്റിലോട്ട് ഒരു ഫോർമൽ ടോപ്പാണ് കേട്ടോ യൂസ് ആക്കിയത്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഫുൾ സ്ലീവ് ഇന്നർ ബനിയൻ യൂസ് ആക്കാവുന്നതാണ്. ഞാനിത് യൂസ് ആക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഒന്നും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സച്ച് എ വെരി കംഫർട്ടബിൾ ഡ്രസ്സാണ്. നെക്സ്റ്റ് ഞാൻ പെയർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് ടീഷർട്ടിലോട്ട് ഇതുപോലത്തെ ഒരു ബ്ലൂ കളർ ജീൻസാണ് പെയർ ചെയ്തത്. വൈറ്റ് ആൻഡ് ബ്ലൂ വെരി ക്ലിയർ ലുക്ക് തരുന്നു. എങ്ങനെയുണ്ട്? ഇതൊരു നോർമൽ സിമ്പിൾ ഡ്രസ് സ്റ്റൈലാണ് കേട്ടോ. ഞാൻ ഈ ലുക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സെയിം വൈറ്റ് ടീഷർട്ടിലോട്ടും ബ്ലൂ കളർ ജീൻസിലോട്ടും ഇതുപോലത്തെ ബ്ലൂ ആൻഡ് വൈറ്റ് ലൈൻ വരുന്ന ഒരു ഷർട്ടാണ് പെയർ ആക്കിയത്. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കോ? നെക്സ്റ്റ്, സെയിം വൈറ്റ് ടോപ്പിലോട്ടും ബ്ലൂ കളർ ജീൻസിലോട്ടും ഗ്രേ ആൻഡ് വൈറ്റ് കോംബോ വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ യൂസ് ആക്കിയത്. ഇതൊരു ലൈൻ ഷർട്ടാണ്. ഇതുപോലെ തന്നെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ലൈൻ വരുന്ന ഒരു ഷർട്ടാണ് അടുത്തത് ഞാൻ യൂസ് ആക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഷർട്ടും ഫുൾ സ്ലീവ് ഷർട്ടാണ് യൂസ് ആക്കുന്നത്. ഇതും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ലൈൻ വരുന്നൊരു ഷർട്ടാണ് കേട്ടോ. നേരത്തെ ഷർട്ടിൻ്റെ ലൈന് കുറച്ച് വലുതായിരുന്നു, ഇത് കുറച്ച് ചെറുതാണേ. നെക്സ്റ്റ്, വൈറ്റ് ആൻഡ് റെഡ് ഷർട്ട്. ഇതും ഒരു ലൈൻ ഷർട്ടാണ് കേട്ടോ. ഇതും ഫുൾ സ്ലീവാണ്. ഈ സെയിം വൈറ്റ് ആൻഡ് ബ്ലൂയിലോട്ടാണ് കേട്ടോ ഞാനിതും പെയറാക്കുന്നത്.
ഇനി ബ്ലാക്ക് ആൻഡ് ബ്ലൂ പിടിക്കുക അല്ലേ. നേരത്തെ യൂസാക്കിയ ബ്ലൂ പാൻറ്റിലോട്ട് ഒരു കോളർ വരുന്നൊരു ടീഷർട്ടാണ് യൂസാക്കുന്നത്. ഇതൊരു ക്രോപ്പ് ടോപ്പും കൂടാണ് കേട്ടോ. ഇതൊരു ഫുൾ നെക്ക് ആൻഡ് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കേട്ടോ. ഇതിലോട്ടൊരു ഫുൾ സ്ലീവ് വൈറ്റ് ഷർട്ടാണ് യൂസാക്കിയത്. ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം ബ്ലൂ കളർ പാൻറ്റാട്ടോ ഞാൻ യൂസാക്കിയത്. ഇങ്ങനെ യൂസാക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിങ് ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനും ആയിരിക്കേ. ഇനി ഈ സെയിം ബനിയനിലോട്ടും ബ്ലൂ കളർ ജീൻസിലോട്ടും ഇതുപോലത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ് യൂസാക്കുന്നത്. ഈ ക്രോപ്പ് ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്ലീവ്ലെസ് കൈയാണിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബനിയൻ താഴെ യൂസാക്കിയത്. ബനിയൻ ഇല്ലാതെ നമുക്ക് യൂസാക്കാം കേട്ടോ. ഇനി സെയിം ബ്ലൂ ജീൻസിലോട്ട് ഒരു പ്യുവർ വൈറ്റ് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കേട്ടോ യൂസാക്കുന്നത്. ഈ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാൻ ഇതുപോലത്തെ ഒരു ഫോർമൽ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഒരു വെറൈറ്റി ലുക്ക് തരാനാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഒരു സിമ്പിൾ ലുക്കിന് വേണ്ടിയിട്ട് സെയിം ബ്ലൂ കളർ ജീൻസ് പാൻറ്റിലോട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ യൂസാക്കിയത്. ഇനി ഒരു ഫോർമൽ ടൈപ്പ് ഡ്രസ്സിങ് നോക്കാം കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ ഓഫീസ് പാൻറ്റാണ്. ഇതിലോട്ട് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ടോപ്പാണ് പെയറാക്കിയത്. കളർ കോംബോ അടിപൊളിയാണല്ലേ. നെക്സ്റ്റ് ഒരു ഓഫീസ് ലുക്കാണ് കേട്ടോ. റെഡും ഗ്രേയും അടിപൊളി ലുക്കാണല്ലേ. ഇതൊരു ഗ്രേ കളർ ഓഫീസ് പാൻറ്റാണ് കേട്ടോ. ഇതിലോട്ടൊരു റെഡ് ഷോർട്ട് സ്ലീവ് ടോപ്പാണ് യൂസാക്കിയത്. നെക്സ്റ്റ് സെയിം ഗ്രേ കളർ പാൻറ്റിലോട്ട് നോർമൽ ഫ്ലോറൽ ടോപ്പാണ് കേട്ടോ യൂസാക്കിയത്. ഇത് നമുക്കൊരു എലിഗൻറ്റ് ലുക്കാണ് കേട്ടോ തരുന്നത്.